ഹേയ് ഗുഡ് പീപ്പിൾ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബാംഗ്ലൂരുള്ള ഫ്രീഡം പാർക്കിലാണ് കേട്ടോ. ആക്ച്വലി ഫ്രീഡം പാർക്ക് നമ്മുടെ കബൺ പാർക്കിനും വിധാനസൗധയ്ക്കൊക്കെ അടുത്താണ്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്കാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചേ. ഇത് ആക്ച്വലി ഒരു ജയിലാണ്. ഇപ്പം നമ്മുടെ ജയിലിൽ നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പബ്ലിക്കിനെ കാണിക്കാൻ രീതിയിലുള്ള ഒരു പാർക്ക്. പിന്നെ അത് മാത്രമല്ല, ഒരു ഗാർഡൻ ഏരിയ ഉണ്ട്, പിന്നെ അതുപോലെ ചിൽഡ്രൻസ് പാർക്ക് ഏരിയ ഉണ്ട്. അങ്ങനെ കുറച്ചേറെ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ജയിലിനകത്തിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇപ്പം എങ്ങനെയാണ് ജയിലിൽ ആൾക്കാരെ താമസിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഹാങ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ ഐഡിയാസൊക്കെ ഇതിനകത്തിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളും കോൺസെപ്റ്റും എന്നൊക്കെ നമുക്ക് നോക്കാമേ. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് വരുന്നത്, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാമേ. ഇതാണ് നമ്മുടെ ജയിലിൻ്റെ സ്റ്റാർട്ടിങ്. ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനൊരു വരാന്ത പോലെ ഒരു ഏരിയ ഉണ്ട്. വരാന്ത അല്ല, ഇങ്ങനൊരു റോഡ് പോലെ ആക്ച്വലി. എന്നിട്ട് രണ്ടിങ്ങനെ പാരലൽ പില്ലേഴ്സ് ഉണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്കൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇങ്ങനൊരു ഇത് കാണാൻ പറ്റും കേട്ടോ. ഇതിനുള്ളിലോട്ടാണ് ജയിലിൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്കതെല്ലാം കാണാം. അപ്പം ബാ, നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഏരിയ ആണേ. പിന്നെ സൈഡിൽ ഇങ്ങനെ കുറേ ഗാർഡൻ ഏരിയ ഉണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല സംഭവങ്ങളും അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടെന്നേ. നല്ലൊരു ഗാർഡൻ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഈവനിങ് ടൈം ആയതുകൊണ്ട് ഗാർഡനിലിങ്ങനെ വാട്ടറൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണേ. എന്നിട്ട് പിന്നെ ഇതാണ് നമ്മുടെ ഒരു കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മുടെ ബാംഗ്ലൂർ ഫുൾ ചെറി ബ്ലോസം ഉണ്ട് കേട്ടോ. ഒത്തിരി ഇടത്തുണ്ടേ. ദേ ഇവിടെ ഉണ്ട് ചെറി ബ്ലോസം. അപ്പം ചെറി ബ്ലോസം കാണാനുള്ളവർക്കും ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ കാണാമേ. പിന്നെ പബ്ലിക് ഏരിയ ആയതുകൊണ്ട് ചെറിയൊരു നമ്മൾ ഓൺ വോയിസ് കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു വോയിസിൻ്റെ ഡിസ്റ്റർബൻസ് ഒക്കെ കാണും കേട്ടോ. അപ്പം മാക്സിമം ഞാൻ ഓൺ വോയിസിൽ കൊടുക്കും, അല്ലാത്തത് നമുക്ക് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള ഈ ഗാർഡനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഭംഗിയുണ്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ അങ്ങനെയൊക്കെ പറ്റിയ നല്ലൊരു ഏരിയ ആണേ. ശരിക്കും ഇതിനകത്തിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ നല്ല നല്ല കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ. ഫുൾ മരങ്ങളല്ലേ, മരങ്ങളൊക്കെ വന്ന് കഴിയുമ്പം ഫുള്ളൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടത്തില്ല. അയ്യോ, വെള്ളം തെറിക്കുന്നുണ്ടോ? എൻ്റെ ദേഹത്തോട്ട് തെറിക്കും ഇപ്പം ഞാൻ അങ്ങോട്ട് പോയാൽ. അങ്ങനെ നല്ലൊരു ഏരിയ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൂളിങ്. പിന്നെ ഇവിടെ ഒത്തിരി ഫാമിലീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫാമിലീസ്, പിന്നെ ഒത്തിരി പിള്ളേരൊക്കെ കളിക്കാനൊക്കെ വരുന്നുണ്ട്. കാരണം പ്ലേ ഏരിയ ഉണ്ട് ഇവിടെ. പിന്നെന്താ, ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇനി ഇങ്ങനൊരു ഏരിയയിലൊക്കെ വന്നിരിക്കുമ്പം നമ്മൾ ശരിക്കും റിഫ്രഷ്ഡ് ആവും. നമ്മുടെ മൈൻഡൊക്കെ നല്ല റിഫ്രഷ്ഡ് ആവും. കാരണം നല്ല പ്യുവർ എയർ നമുക്ക് കിട്ടത്തില്ല, ഇത്രയോ മരങ്ങളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കേട്ടോ. നമുക്കിപ്പം വരണം എന്നുണ്ടെങ്കിലും ടിക്കറ്റ് ചാർജസ് ഒന്നുമില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും നോക്കുമ്പോഴും നമ്മുടെ ചെറി ബ്ലോസം കാണാൻ കേട്ടോ. അവിടെ ആ പിങ്ക് ഷർട്ട് കാണുന്ന ചെറി ബ്ലോസം ആണേ. ഇവിടെ ഒരു ആംഫി തിയേറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ലാൻഡ്സ്കേപ്പ് ആംഫി തിയേറ്റർ എന്നാണ് എഴുതിയേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് കബൺ പാർക്കിൻ്റെ അടുത്തായതുകൊണ്ട് ഇപ്പം നിങ്ങൾ എപ്പോഴും ഈ കബൺ പാർക്കിൽ പോയി മടുത്തവരാണെങ്കിൽ നിങ്ങൾ വൺസ് ഇവിടോട്ട് വന്ന് നോക്കട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് കണ്ടപ്പോഴേ ഇതിൻ്റെ ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. ഇതൊരു ആംഫി തിയേറ്റർ ഉണ്ടോ? ഇതൊരു ആംഫി തിയേറ്ററാണേ. ലാൻഡ്സ്കേപ്പ് ആംഫി തിയേറ്റർ എന്ന് അവർ എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഇവിടെ വരുമ്പം ഇവിടുത്തെ ആ എല്ലാ ഏരിയയുടേതും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരൊരു മാപ്പൊക്കെ ആക്ച്വലി വെച്ചിട്ടുണ്ട്. നമുക്ക് ചിൽഡ്രൻസ് ഏരിയ എവിടെയാണ്, പിന്നെ നമ്മുടെ ജയിലിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ എവിടെയാണ്, പിന്നെ ആംഫി തിയേറ്റർ എവിടെയാണ്, എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ക്ലിയർ ഒരു ഐഡിയയും കിട്ടും ആ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ നല്ലൊരു പാർക്ക് ഏരിയയും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും കബൺ പാർക്കിൽ പോയി മടുത്തവരൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് ഇറങ്ങുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വേറെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമല്ലോ. അങ്ങനെ പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഏരിയ കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടെന്ന് പിന്നെ പറയുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ്. പിന്നെ കാരണം നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ എപ്പോഴും പോകുന്നവരല്ലേ. ഇപ്പോൾ വീക്കെൻഡ്സിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എപ്പോഴും വീക്കെൻഡ്സിൽ എവിടെയെങ്കിലുമൊക്കെ പോകുന്നവരാണ്. ബാംഗ്ലൂർ വന്ന് പിന്നെ അങ്ങനെ അധികം പോകാറില്ല കേട്ടോ. ഈ ഒരു ചുറ്റുപാടും ഇങ്ങനെ സിറ്റി, പിന്നെ പൊല്യൂഷൻ, അങ്ങനെ കുറച്ച് സാധനങ്ങളിലും നമ്മളിങ്ങനെ ചുറ്റിപ്പെട്ട് അങ്ങനെ മാത്രമല്ലേ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടി പറയുന്നത്, ബാംഗ്ലൂരിലുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ വൺസ് ഇങ്ങോട്ടൊക്കെ വന്ന് നോക്കണം. ഇതിൻ്റെ ടൈമിങ് ആക്ച്വലി വെളുപ്പിനെ 5 AM to 8:30 പിന്നെ വൈകുന്നേരം 4 to 8 ആണ് ടൈമിങ്. അപ്പം ആ ഒരു ടൈമിങ്ങിൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലതാണ് ആക്ച്വലി. ഒരു 1-2 മണിക്കൂറൊക്കെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ആക്ച്വലി ഉണ്ട്. പിന്നെ ഇരുന്ന് കാമായിട്ടിരിക്കാനും ഒക്കെ പറ്റും. പിന്നെ ഒരു ജോഗേഴ്സ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അത് പ്രത്യേകം അതിന് വേണ്ടിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഇങ്ങനൊരു ഏരിയയിൽ 2 സൈഡിലെങ്കിലും മരങ്ങളൊക്കെ വെച്ച്
ഇങ്ങനെ നടന്നു പോകാനൊക്കെ ശരിക്കും നല്ല സുഖമല്ലേ. എനിക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ ആക്ച്വലി ഓർമ്മ വന്നത് അറിയാമോ, ഞങ്ങൾ ഒരു കുറച്ച് റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ, ഒത്തിരി ആയില്ല എന്നാലും കുറച്ച് നാൾ മുന്നേ ചിക്ക്മംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്ക്മംഗ്ലൂർ ഞങ്ങൾ പോയപ്പം ഒരു സ്ഥലത്ത് ഇങ്ങനെയായിരുന്നു, 2 സൈഡിലും മരങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനൊരു, അത് പക്ഷേ ടാർ റോഡായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഏരിയ, പക്ഷേ എനിക്കത് ഇത് കണ്ടപ്പോൾ എളുപ്പം അതാ ഓർമ്മ വന്നത്. കാരണം അങ്ങനെ ഒരു ഏരിയ ആണ്, നമ്മൾ 2 സൈഡിലും മരങ്ങൾ, നല്ല തണുപ്പ്, ചെറിയ വെയിലൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് ഫോട്ടോ എടുക്കാൻ ഒത്തിരി നല്ല സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ ഫോട്ടോഷൂട്ടിനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഏരിയ ആണ്. പിന്നെ അപ്പോൾ ഈ ഒരു റോഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അതാണ് ഓർമ്മ വന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പം ഭയങ്കരമായിട്ട് ചൂടിൻ്റെ കൊണ്ടാണെന്ന് തോന്നുന്നു, നല്ലൊരു ഡീഹൈഡ്രേറ്റഡ് ഫീൽ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. എനിക്ക് എൻ്റെ നോർമൽ വാട്ടറില്ല, അപ്പം ഞാൻ വരുന്ന വഴിക്ക് ഒരു ഫാൻറ്റ മേടിച്ചു. അത് കുടിച്ച് നമ്മൾ കയറിയപ്പോൾ തന്നെ കുടിച്ച് ഇത്രയും ആയിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ഉഷ്ണവും അങ്ങനെയുള്ള ഒരു ഇതുണ്ട് കേട്ടോ. ഇത് 100 prisoners താമസിപ്പിച്ചിരുന്ന ബാരക്കാണ് കേട്ടോ. അപ്പം ഇത് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഒരു ഏരിയ. ആക്ച്വലി ഇത് അങ്ങ് വൈഡായിട്ട് അങ്ങ് വരുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങ് ആ എൻഡ് വരെയും ഇതുപോലത്തെ സെറ്റപ്പാണ് ആക്ച്വലി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമേ സംഭവം മനസ്സിലായില്ല കേട്ടോ. ഞാൻ ആക്ച്വലി അവിടെ നിന്നാണ് തുടങ്ങിയത്. ഞാനിങ്ങനെ കറങ്ങി വന്നപ്പോൾ അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല, എന്താണെന്ന് പോലും മനസ്സിലായില്ലേ. ഇങ്ങനെ നടന്നിറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് 100 prisoners താമസിപ്പിച്ചിട്ടിരുന്ന ബാരക്കാണ് ഇതെന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് നമ്മുടെ ബാരക്ക് F ആണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ, ഓരോ ബാരക്കും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് E ആയിരുന്നു, ഇത് F ആയിരുന്നു. അപ്പം ഇതിൻ്റെ വേറെയും സെക്ഷൻസ് അപ്പുറത്തെ ഏരിയയിലുണ്ട് കേട്ടോ. അപ്പം ഇതും 100 prisoners താമസിപ്പിക്കാനുള്ള അതിനകത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം വരുന്നത് ആക്ച്വലി. അപ്പോൾ നമുക്കിനിയും എല്ലാം കാണാമേ. ഈ നമ്മുടെ ബാരക്ക് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ നമുക്ക് കാണുന്നത് സെല്ലാണ് കേട്ടോ. അപ്പം സെല്ലിൻ്റെ ഉൾഭാഗത്ത് നമുക്കിങ്ങനെ ചെറിയ ആൾക്കാരെയൊക്കെ ഇങ്ങനെ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് സംഭവം എന്നുള്ളത്. ആക്ച്വലി ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയായിരുന്നു ആക്ച്വലി നമ്മുടെ ജയിൽസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ജയിലിൻ്റെ രീതികൾ, അതൊക്കെയാണ് ആക്ച്വലി ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. ഈ സെല്ലിൻ്റെ ഗ്രില്ലിനകത്ത് കൂടെ നോക്കുമ്പം ഇങ്ങനെ കുറേ മനുഷ്യരുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സെല്ല് എന്തുവാന്നൊരു ഐഡിയ ഒക്കെ കിട്ടും. ഇത് ഒരു ഹോസ്പിറ്റൽ ബ്ലോക്കാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ജയിൽ ഫെസിലിറ്റിയിൽ ഉണ്ടായിരുന്ന ഹോസ്പിറ്റൽ ബ്ലോക്സിനെ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഹോസ്പിറ്റൽ ബ്ലോക്കാണ്. അതുപോലെ തന്നെ ലിറ്റററി കോർട്ട് എന്ന് പറഞ്ഞ ഒരു കോർട്ട് സെക്ഷനും ഉണ്ട് അവിടെ കേട്ടോ. ഇത് രണ്ടും കൂടെ ഉള്ളൊരു ബ്ലോക്കാണ് ഇത് ആക്ച്വലി. ഇതൊരു ക്ലിയർ ആയിട്ട് നമുക്ക് ഉള്ളിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാൻ പോലെ എന്താ സംഭവം. ഇതൊക്കെ കന്നഡയിലാണെന്ന് എഴുതിയിരിക്കുന്നത്, നമുക്കത് മനസ്സിലാവില്ല. ഇംഗ്ലീഷ് എഴുതിയതൊക്കെ ഞാൻ വായിച്ചെടുക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ കന്നഡയിൽ എഴുതിയിരിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലേ. ഇവിടെ എന്തോ കന്നഡയിൽ എഴുതിയിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല. നമുക്കത് വിട്ടേക്കാമേ. പിന്നെ ഇനി മുന്നോട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എൻട്രൻസ് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സെൻട്രൽ പ്രിസൺ കാണാൻ പറ്റും കേട്ടോ. സെൻട്രൽ പ്രിസൺ ആണ് ഇത്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ കയറി നോക്കാം. ഇത് നമ്മൾ ബാംഗ്ലൂർ സെൻട്രൽ ജയിലിൻ്റെ ഉള്ളിനകത്തിലോട്ട് പോകുന്നതാണ്. സെൻട്രൽ ജയിലിൻ്റെ ഉള്ളിലോട്ടുള്ള പോർഷനാണ്. നമുക്ക് കയറി നോക്കാം. വണ്ടിയൊക്കെ കിടപ്പുണ്ട്. എനിക്കൊന്ന് മേളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നതാണെന്ന് തോന്നുന്നത്. ഇവിടെയൊക്കെ താമസമുള്ള ഇതിനകത്ത് ഇവിടെ താമസം ഉണ്ടെന്ന് തോന്നുന്നു. മേളിലോട്ടൊക്കെ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ സെൻട്രൽ ജയിലിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ ബാംഗ്ലൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് എഴുതിയേക്കുന്നത്. നമ്മൾ അതിനുള്ളിൽ കൂടെ കയറി വന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനൊരു ഏരിയ ആണ്. ജസ്റ്റ് ഇങ്ങനൊരു ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ജസ്റ്റ് നോർമൽ ഒരു ഏരിയ. ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്, അത് നമ്മൾ കാണിക്കാറില്ല. പിന്നെ ഞാൻ ഈ ഡോറൊന്ന് അടയ്ക്കാൻ ശ്രമിച്ചത്, ഭയങ്കര വെയിറ്റ് ആട്ടോ. ഇത് കാണുന്നതല്ല, നല്ല കട്ടിയാണ് ഡോറൊക്കെ കേട്ടോ. ഇതാണ് സംഭവം ആക്ച്വലി. ഒരു ഓപ്പൺ ജിം ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഇത് അവിടെ എല്ലാം ഓപ്പൺ ജിം ഏരിയ, അതുപോലെ തന്നെ കൊച്ചുപിള്ളേർക്കുള്ള പാർക്ക്, പിന്നെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പിള്ളേരുണ്ട് കേട്ടോ. ഒത്തിരിയും പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ജോഗിങ് ഏരിയ ഉണ്ട്, ഒത്തിരിയും പേര് നടക്കാനൊക്കെ ഇങ്ങനെ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു നല്ലൊരു കോൺസെപ്റ്റാണ് ആക്ച്വലി. ഇങ്ങനെ ഒരു പബ്ലിക് ജിം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നല്ലൊരു കോൺസെപ്റ്റാണ്. ഒത്തിരി പിള്ളേർ കളിക്കുന്നു നോക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു ജയിലൊക്കെ കണ്ടു. കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നടന്നു കേട്ടോ. നേരത്തെ കുറേ നേരമായി വന്നിട്ട് അങ്ങനെ കുറേ നേരം ഇങ്ങനെയൊക്കെ നടന്നെല്ലാം സംഭവങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ്ഡായി സീരിയസ്ലി. കാരണം ഈ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നല്ല ഫ്രഷ് എയറും സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം മൈൻഡൊന്ന് റിഫ്രഷ്ഡായി. അങ്ങനെ ഒരു ഹാപ്പിനെസ്
കാരണം ഒരു വീക്ക് ഫുള്ള് നമ്മളിങ്ങനെ ക്ലാസ് കോളേജ് സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെളി ഇറങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒന്ന് റിഫ്രഷ്ഡ് ആവും. ഇനി കയറുമ്പോൾ ഇങ്ങനൊരു പ്രതിമേനെയൊക്കെ കാണാൻ കേട്ടോ. ഇങ്ങനെ കുറേ പ്രതിമകളുണ്ട് കേട്ടോ. ആ ഗ്രില്ലിനകത്തിലും കാര്യങ്ങളിലൊക്കെ ഒത്തിരി പ്രതിമകളൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇവിടെ വന്ന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വന്ന് കണ്ടു നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എനിക്കും തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല. അപ്പം ബൈ.